ഹായ് ഹലോ, നമുക്കിന്ന് തംബ്നെയിൽ കണ്ട പോലെ തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. റൈസും ചിക്കനും പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വൈറ്റ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അതല്ല നോർമൽ യെല്ലോ സെല്ല റൈസ് എടുത്തു കഴിഞ്ഞാലും കൂടുതൽ നല്ലതാണ്. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ വൈറ്റ് സെല്ല റൈസ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. അതൊന്ന് നല്ല രീതിയിൽ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം. മന്തിൻ്റെ റെസിപ്പിയെല്ലാം ഏകദേശം എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും സിമ്പിളായിട്ടും വളരെ ടേസ്റ്റുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടമാവും. ഇനി നെക്സ്റ്റ് നമുക്ക് വെജീസെല്ലാം കട്ട് ചെയ്ത് വെക്കാം. അതിന് മുന്നേ റൈസ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമ്മൾ വെജീസെല്ലാം കട്ട് ചെയ്ത് കഴിയുന്ന ആ സമയം കൊണ്ട് നമ്മൾ റൈസെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് വരും. ഇനി അരി നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് അരിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് വേവിച്ചെടുത്തോ. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാനുള്ള ഒരു പോട്ട് എടുത്ത് വെക്കാം. അതിലേക്ക് ഒരു സ്റ്റാർ, പിന്നെ ഒരു സ്പൂണ് ജീരകം, ഒരു സ്പൂണ് കുരുമുളക്, കുറച്ച് ഏലക്കായ്, പിന്നെ കുറച്ച് മല്ലി, പിന്നെ ഗ്രാമ്പു, കറുവപ്പട്ട, ഈ ഇത്രയും സ്പൈസസ് ഈ ഒരു പോട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ചെറിയൊരു മാരിനേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് മൊത്തത്തിലായിട്ട് ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജീസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മിന്റ് ലീവ്സ്, ഒരു ഡ്രൈഡ് ലെമണ്, പിന്നെ 3-4 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ഈ ഒരു പോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചിക്കന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ചിക്കനും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. മന്തിക്കെല്ലാം എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ രീതിയിൽ തന്നെ പീസ് എടുത്തോ. ഇനി വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു മാഗി ചിക്കൻ സ്റ്റോക്ക്. ഇത് രണ്ട് ചിക്കൻ സ്റ്റോക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് രണ്ടും തന്നെ ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക, പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ട ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഞാൻ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡ് കളർ ചേർത്ത് കൊടുക്കലില്ല. ഇനി ഒരു കപ്പ് അളവിൽ നമുക്ക് ഓയിൽ കൂടി യൂസ് ചെയ്യണം. ഇത് മൊത്തത്തിലൊന്നും നമ്മൾ ചിക്കനിലേക്ക് ഇടുന്നതല്ല. ഇത് കുറച്ച് മാറ്റി നമുക്ക് റൈസിലേക്ക് ചേർക്കാനുള്ള, അതുകൊണ്ട് ഒട്ടും ടെൻഷൻ വേണ്ട. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ഈ അരി നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു 90% കുക്കായി കിട്ടിയാൽ മതി. അതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടെക്സ്ചർ. കണ്ടില്ലേ, ഈ ഒരു ടൈം ആകുന്ന സമയത്ത് നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. ഞാനിപ്പോൾ നോർമലി സാധാരണ നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ചോറ് വാർത്തെടുക്കൽ. ഞാൻ ട്രെയിനറിലൊന്നും ഇട്ട് ചെയ്യലില്ല. ഇത് ചെയ്യുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഒരു സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് മൂടി തുറക്കുന്ന സമയത്ത് ചിക്കനിലുള്ള വെള്ളം എല്ലാം ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒഴിച്ച ഓയിലും എല്ലാം തെളിഞ്ഞ് വരും. ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം കുക്കായിട്ടുണ്ടാവും. ഇനി മറ്റേ പോർഷനും കൂടി ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഓയിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം. ആ ഓയിൽ എടുത്തതിന് ശേഷം നമുക്ക് ചോറിലേക്ക്, അതായത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് റൈസിലേക്ക് ചേർക്കാനുള്ളതാ. ഇതെല്ലാം കൂടി തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മറിച്ച് ഇടാം. അപ്പോൾ ഇത് എല്ലാം ഞാനിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഒരു ചാർക്കോൾ ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. അത് നമുക്കൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർക്കോൾ കത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലുള്ള ഓയിൽ, എക്സ്ട്രാ വരുന്ന കുറച്ച് ഓയിൽ കോരി മാറ്റാം. ഒരു ഡ്രൈഡ് ലെമണും 2-3 പച്ചമുളകും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് കോരി എടുക്കുന്നുണ്ട്. ഇനി
ഇപ്പോൾ ഇത്രയും ഓയിൽ ഞാൻ അതിലേക്ക് ബാലൻസ് വെക്കുന്നുണ്ട്. ഇതിലോട്ടാണ് നമ്മളിനി റൈസ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഓരോ ലെയറായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഓപ്ഷണലാണ് കുറച്ച് ഫുഡ് കളർ റൈസിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഓയിൽ ഉണ്ടല്ലോ, അതുകൂടി ഇതിൻ്റെ സെൻട്രലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റൈസിന് നല്ല ഫ്ലേവർ ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാ ലെയറും കംപ്ലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എൻഡ് പോർഷനിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എൻഡിൽ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉണക്ക നാരങ്ങയും അതേപോലെ തന്നെ പച്ചമുളകും എല്ലാം കൂടി മേലയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചാർക്കോൾ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർക്കോൾ ഇതേപോലെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പുകഞ്ഞോളും. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ലിഡ് കൊണ്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പെട്ടെന്ന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. റൈസും ചിക്കനും ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ പുറത്തുനിന്ന് വാങ്ങുകയില്ല. എന്തായാലും ഇൻഷാ അല്ലാ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻസിലൂടെ അറിയിക്കണേ. ഇത് നല്ലൊരു പെർഫെക്റ്റ് മന്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നവരെയും ബായ്. അസ്സലാമു അലൈക്കും.